നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവെയായിരുന്നു കഴിഞ്ഞ ദിവസം കാലങ്ങളായി കാത്തിരുന്ന തലശ്ശേരി മാഹി ബൈപ്പാസ് നാടിനായി സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് 24 മണിക്കൂർ പൂർത്തിയാകും മുമ്പ് തന്നെ അതിന്റെ പേരിൽ രാഷ്ട്രീയ പോര് ആരംഭിക്കുകയായിരുന്നു. സാധാരണ നടക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണയും നടന്നിരിക്കുന്നത്. അതായത് പദ്ധതി കേന്ദ്രമാണോ കേരളമാണോ കൊണ്ടുവന്നത് എന്നതിന്റെ പേരിലാണ് വിയോജിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നു ഇതിന്റെ ക്രെഡിറ്റ് മോദിക്കാണെന്ന്, മറ്റൊരു വിഭാഗം പറയുന്നു ഇതിന്റെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിനാണെന്ന്. ആ രീതിയിൽ പാർട്ടിയും തമ്മിൽ തല്ല് തുടരുന്നു എന്നതാണ് റിപ്പോർട്ട്. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ടോൾ പിരിവ് ആരംഭിച്ചതും ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ബൈപ്പാസിന്റെ വശങ്ങളിൽ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിക്കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുമെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. ബൈപ്പാസിന്റെ ഒരു ഭാഗം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും മറ്റൊരു ഭാഗം വടകര ലോക്സഭാ മണ്ഡലത്തിലും ഉൾപ്പെടുന്ന പ്രദേശമാണ്. വടകരയിലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയുടെയും കണ്ണൂരിലെ സ്ഥാനാർത്ഥി സി രഘുവിന്റെയും ഫ്ലെക്സുകൾ ടോളിന് സമീപത്തായി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. 40 വർഷമായി മുടങ്ങിക്കിടന്ന ബൈപ്പാസ് സഫലമാക്കിയ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സുകളും ഇതിനൊപ്പമുണ്ടായിരുന്നു. ഇതെല്ലാം CPM-നെ വല്ലാതെ ചൊടിപ്പിക്കുകയാണ്. CPM-ഉം BJP-യും ശക്തമായ രാഷ്ട്രീയ പോരിന് ഇത് കാരണമാകുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. മലബാറിലെ തന്നെ ആദ്യത്തെ 6 വരിപ്പാതയായ തലശ്ശേരി മാഹി ബൈപ്പാസ് തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് നാടിനു വേണ്ടി സമർപ്പിച്ചത്. വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, N രാമസ്വാമി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, പുതുച്ചേരി ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ, കേന്ദ്രമന്ത്രിമാരായ VK സിംഗ്, V മുരളീധരൻ, പുതുച്ചേരി പൊതുമരാമത്ത് മന്ത്രി K ലക്ഷ്മി നാരായണൻ തുടങ്ങിയവരെല്ലാം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ വോട്ടിന്റെ പേരിലെങ്കിലും വാഗ്ദാനങ്ങളിൽ പലതും നടക്കുന്നു എന്ന സമാധാനത്തിൽ ഇരിക്കുകയാണ് ജനങ്ങൾ. പദ്ധതി നടപ്പിലാക്കിയത് തങ്ങൾ എന്ന് അവകാശപ്പെട്ട് ഇരു പാർട്ടികളും ഇരു വിഭാഗത്തു നിന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. ഇനി ഈ കാര്യങ്ങളെല്ലാം എത്രത്തോളം വോട്ടർമാരിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതെല്ലാം അറിയാനും അവർ ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നത് അറിയാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നേ മതിയാകൂ.